ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ ഇവിടെ ഉള്ളത് 2024 മോഡൽ അശോക ലൈലാൻഡിലെ ദോസ്തിൻ്റെ ബെഡാ ദോസ്ത് എന്ന് പറഞ്ഞ വേരിയൻ്റാണ് നമ്മുടെ ഇവിടെ ഉള്ളത് കേട്ടോ. നല്ല പുത്തൻ വണ്ടിയാണ്, 2024 മോഡലാണ്. ഒന്നും നോക്കാനില്ല, യാതൊരുവിധ ആക്സിഡൻസോ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത നല്ല നീറ്റ് വണ്ടി. ഇതൊക്കെയാണ് വണ്ടിയുടെ കണ്ടീഷനും കാര്യങ്ങളും. ഞാൻ വണ്ടിയുടെ സറൗണ്ടിങ്സും കാര്യങ്ങളൊന്നും ജസ്റ്റ് ആദ്യം കാണിച്ചു തരാം കേട്ടോ. നല്ല അടിപൊളി സ്ട്രോങ് ആയിട്ടുള്ള വെയിലിയും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഇച്ചിരി ഹൈറ്റ് കൂട്ടിയാണ് ചെയ്തിരിക്കുന്നത്, അതുപോലെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ബാക്കിലൊക്കെ ആണെങ്കിലും നല്ല നമ്മുടെ ഫുട്ട് ചവിട്ടി കയറാനുള്ള ഭാഗങ്ങളും അതുപോലെ തന്നെ പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അകത്താണെങ്കിലും നല്ല ഷീറ്റും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട്. നല്ല സ്ട്രോങ് ആയിട്ടുള്ള രീതിയിലാണ് എല്ലാം ചെയ്തിരിക്കുന്നത്. എല്ലാ പൈപ്പും നല്ല സ്ട്രോങ് ആയിട്ടുള്ള പൈപ്പുകളും കാര്യങ്ങളിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ പ്രൊട്ടക്ഷനും കാര്യങ്ങളും ഗ്രില്ലും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാം അടിച്ചിരിക്കുന്നത് ആംഗ്ലറിലാണ് ചെയ്തിരിക്കുന്നത്. നല്ല സ്ട്രോങ് ആയിട്ടുള്ള ആംഗ്ലറും കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പം അടിയിലോട്ട് നോക്കുകയാണെങ്കിൽ കൂടെ നമ്മുടെ ജാക്കി ഇരിപ്പുണ്ട്. അതുപോലെ തന്നെ ഈ സെൻറ്ററിലൊക്കെ നമ്മുടെ ആംഗ്ലർ ഇട്ട് ഒന്നുകൂടെ സ്ട്രോങ് ചെയ്തിട്ടുണ്ട് പെട്ടിക്ക് ബലം കൂട്ടാനായിട്ട്. അപ്പോൾ എത്ര വെയിറ്റ് വേണമെങ്കിലും കയറ്റിയാലും പെട്ടി നല്ല സ്ട്രോങ് ആയിരിക്കും. കണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ഞാൻ വിശ്വസിക്കുന്നു. പെട്ടിയുടെ അടിയൊക്കെ ആംഗ്ലർ ഇട്ട് നല്ല രീതിയിൽ സ്ട്രോങ് ചെയ്തിട്ടാണ് വണ്ടി ഇറക്കിയിരിക്കുന്നത്. 2024 മോഡലിലൂടെയാണ് വണ്ടി. നല്ല നീറ്റ് ക്ലീൻ കണ്ടീഷനാണ്. ഞാൻ സറൗണ്ടിങ്സ് ഫുള്ളായിട്ടൊന്ന് ജസ്റ്റ് കാണിച്ചു തരാം. ഈ കാണുന്നതൊക്കെയാണ് വണ്ടിയുടെ സറൗണ്ടിങ്സും കാര്യങ്ങളും. കുറച്ച് കിലോമീറ്റേഴ്സ് മാത്രമേ ഓടിയിട്ടുള്ളൂ. വണ്ടിയുടെ ടയർ കണ്ടീഷനൊക്കെ ആണെങ്കിലും നല്ല കുറച്ച്, അതായത് ഒരു പുത്തൻ ടയറിൻ്റെ കുറച്ചേ ഓടിയിട്ടുള്ളൂ. ബാക്ക് ടയേഴ്സും പുത്തൻ ടയേഴ്സ് പോലെ തന്നെയാണ് കിടക്കുന്നത്. ഗ്രിപ്പ് കാര്യങ്ങളൊന്നും യൂസ് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ സ്റ്റെപ്പിനെയാണ് കൂടെയും താഴ്ത്തിരിപ്പുണ്ട്. സ്റ്റെപ്പിന് റീപ്ലേസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊരു ഡാമേജ് വന്നതിന് ശേഷം മാറ്റിയതാണ്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ ടയറൊക്കെ ആണെങ്കിലും ഇത് ആവറേജ് ടയറാണ്. അതുപോലെ തന്നെ ഫ്രണ്ടിൽ അത് പുത്തൻ ടയറാണ്. ഒരു രീതിയിലാണ് കിടക്കുന്നത്. ടയർ അലൈൻമെൻറ്റ് ഒന്ന് സെറ്റ് ചെയ്യാനുണ്ട്. പിന്നെ ഇപ്പോൾ ഇൻറ്റീരിയറിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കാണുന്നതൊക്കെയാണ് ഇൻറ്റീരിയറും കാര്യങ്ങളും, ഡാഷ്ബോർഡ് കാര്യങ്ങൾ. ഇത് AC വരുന്ന മോഡലാണ്, AC ഉള്ള മോഡലാണ്. പിന്നെ പെർമിറ്റ് ഉള്ളൊരു മോഡൽ കൂടെ കേട്ടോ ഈ വണ്ടി. പിന്നെ ഇതൊക്കെയാണ് ഇൻറ്റീരിയറും കാര്യങ്ങളും. നല്ല നീറ്റായിട്ടുള്ള രീതിയിലാണ് ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇപ്പോൾ വണ്ടി ഓടിയിട്ടുള്ള കിലോമീറ്റേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആപ്പാട് 37,349 കിലോമീറ്റേഴ്സ് മാത്രമേ വണ്ടി ഓടിയിട്ടുള്ളൂ. ഇത്രയും കിലോമീറ്റേഴ്സ് മാത്രമേ ഓടിയിട്ടുള്ളൂ. പിന്നെ AC വരുന്നൊരു മോഡൽ കൂടിയാണിത്. ജസ്റ്റ് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് സൗണ്ട് കൂടെ കെട്ടിത്തരാം. സൗണ്ട് കേൾക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങിയിട്ട് ഞാൻ സൗണ്ട് എടുത്തുതരാം. വണ്ടിയുടെ സൗണ്ടും കാര്യങ്ങളും ഷാസ് ചെയ്ത ഭാഗങ്ങളൊക്കെ നല്ല പക്ക നീറ്റാണ്. യാതൊരുവിധ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ ഒന്നും ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ബാക്കി എല്ലാ കാര്യങ്ങളും ഇത്രയൊക്കെ തന്നെയുള്ളൂ. പുത്തൻ വണ്ടിയാണ്, 2024 മോഡലാണ്. ഇപ്പോൾ ടെസ്റ്റും കാര്യങ്ങളൊന്നും ആയിട്ടില്ല. 2026 വരെ ടെസ്റ്റ് പേപ്പറൊക്കെ ഉണ്ടാവും. ഇതാണ് വണ്ടിയുടെ ഗ്ലാസ്സിമേ തന്നെ അതിൻ്റെ ഡേറ്റും കാര്യങ്ങളുണ്ട്. ഗ്ലാസ് പോലും റീപ്ലേസ് ചെയ്യാത്ത വണ്ടിയാണ്. അപ്പം അത്ര നീറ്റായിട്ടുള്ള കണ്ടീഷനുള്ള വണ്ടിയാണ്. അപ്പം ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാൻ നമ്പറും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതുപോലെ തന്നെ നമ്മളെ കോൺടാക്ട് ചെയ്യാൻ നമ്മുടെ ലൊക്കേഷനും കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ചേർത്തലയാണ് വരുന്നത്. വണ്ടി ഓടിച്ച് നോക്കണം എന്നുള്ളവർക്ക് ചേർത്തലയിൽ വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാം, വണ്ടിയുടെ നേരിട്ട് കാണുകയും ചെയ്യാം. അപ്പം ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക. പിന്നെ ആദ്യമായിട്ടാണ് പേജിലോട്ട് വരുന്നതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പേജ് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ആർക്കെങ്കിലും വണ്ടി ഇങ്ങനത്തെ ഏതെങ്കിലും ഒരു വണ്ടി നോക്കുന്നുണ്ട്, ഗുഡ്സ് ആയിട്ട് റിലേറ്റഡ് ഉള്ള ഏത് വണ്ടിയും നമ്മുടെ അടുത്തുണ്ട്. അതുപോലെ തന്നെ കുറച്ച് സ്കൂട്ടേഴ്സും കാര്യങ്ങളും ഉണ്ടാവും. അതുപോലെ നമ്മുടെ പേജിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അതൊക്കെ ഇൻസ്റ്റ പേജിൽ നമ്മുടെ സ്കൂട്ടർ അതുപോലെ കാർ എന്തെങ്കിലുമൊക്കെ വരുവാണെങ്കിൽ നമ്മൾ അപ്പോൾ തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പം ഗുഡ്സ് വണ്ടി റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം. നമ്മുടെ അറിവിലോ അല്ലെങ്കിൽ നമ്മുടെ അടുത്തോ ഉണ്ടെങ്കിൽ നമ്മൾ കണക്ട് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണുന്നതോടെ അതുവരെ ബൈ.